ചെയ്യുന്നു. നിങ്ങൾ ഇങ്ങനെ ഒരു നിറഞ്ഞ സദസ്സ് ഒരു ഫിലിം മേക്കർക്ക് ഉണ്ടാക്കുന്ന സന്തോഷം വളരെ വലുതാണ്. എബ് എന്നാണ് സിനിമയുടെ ടൈറ്റിൽ. എൻ്റെ ക്രൂ ആയിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. എബ് എന്നെ പേഴ്സണലി ഇതൊരു പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റർബിങ് സിനിമയാവാൻ സാധ്യത ഉണ്ട് ചിലർക്ക്, എല്ലാവർക്കും അല്ല. ഞാൻ ഒരു സിനിമ സെൻസേർഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ അതൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സിനിമ ഭയങ്കര സംഭവമാണെന്നല്ല പറയാം, പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സംസാരിക്കാം. പക്ഷെ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഹലോ, എൻ്റെ പേര് ഹരിഹരൻ. ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, പടം അടിപൊളിയായിരുന്നു. ആക്ച്വലി നിങ്ങൾക്ക് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഇത്രയും നേക്കഡായിട്ടൊരു മാൻ്റെ ഫീലിങ്സ് പറയാൻ പറ്റും. ഓക്കെ, അവൻ പറയുമ്പോൾ എന്ത് ഐഡിയോളജിയും അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടി അവൻ പലതും പറയും. പക്ഷെ അവൻ എത്തുന്ന സ്ഥലം അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല മാക്സിമം. പിന്നെ എനിക്കൊരു നല്ല കാര്യം തോന്നിയത് ഫസ്റ്റ് ക്രൂ മെമ്പേഴ്സിൻ്റെ ഫുൾ ലിസ്റ്റ് ഇട്ടു, കാസ്റ്റിനില്ലാതെ. പിന്നെ ക്ലൈമാക്സിൽ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ ഇട്ടു. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര പേഴ്സണലായിരുന്നു പടം. ആക്ച്വലി എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമായിരുന്നു, എന്ത് സംഭവിക്കും ഇതിൻ്റെ അവസാനത്തിൽ. അതിൻ്റെ അവസാനം ഓക്കെ, ഐ വാസ് ലൈക്ക് ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് ടൈം ടു പ്രോസസ്. ഇറ്റ് വാസ് നൈസ്. പക്ഷെ ആക്ടിങ് നിങ്ങൾ എത്ര അടിപൊളിയായി ചെയ്യുമെന്ന് എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. ജസ്റ്റ് ലൈക്ക് നിങ്ങൾ ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ അവിടെ നിൽക്കാൻ പറ്റും നിങ്ങൾക്ക്. But Divya ma'am, we know that she acts so good, but you are out of box. Thank you for the movie actually. Thank you. ഒരുപാട് സന്തോഷം. പിന്നെ ഈ ടോപ്പ് ആംഗിൾ ഫാന്റസി എന്താണെന്ന് എനിക്ക് പടം ഫുൾ കുറേ ടോപ്പ് ആംഗിൾസ് ഫസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റത്തെ പടം തൊട്ടുണ്ട്. He was so good actually. ഞങ്ങളിങ്ങനെ എങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്യാം, വളരെ കുറച്ച് സമയങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണ്. ഒരുപാട് പേര് അങ്ങനെ ഈ സിനിമയെ റിജക്ട് ചെയ്തിട്ടുണ്ട്. സോ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. ദിവ്യ നമ്മുടെ കൂടി ദിവ്യ വന്നപ്പോൾ നമുക്കൊക്കെ ഒരു ദിവ്യ ചെയ്യാന്ന് പറഞ്ഞു. സോ നമ്മളിത് ചെയ്യണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഉണ്ടാക്കി. അപ്പോൾ അത് അതെ, പ്രൊഡ്യൂസറിന് എന്തായാലും ആക്ച്വലി ഇതൊന്നും ആരുടെ അടുത്തും നമുക്കറിയാം, നമുക്കൊരു പ്രൊഡ്യൂസറിന്റെ അടുത്ത് പോയി പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. സോ ഇത് തന്നെയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ പ്രൊഡ്യൂസേഴ്സ്. സോ നമുക്ക് അങ്ങനെ ഒരു യാത്ര തുടരാൻ പറ്റുന്നതാണ്. ഈ സിനിമയ്ക്കകത്തുനിന്ന് നമുക്ക് എന്ത് തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ പറഞ്ഞ വാക്കുകളും നിങ്ങൾ ഇനി പറയാൻ പോകുന്ന വിമർശനങ്ങൾ ഉൾപ്പെടെ അത് മാത്രമാണ്. അപ്പൊ അത് മാത്രമാണ് നമ്മുടെ കണ്ടുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ വരാന്ന് പറഞ്ഞാൽ ജോമോനെ നിന്നെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. സിനിമ ചെയ്യാൻ ഒരു സിസ്റ്റം ഉള്ളത്, നമുക്ക് ചുറ്റും നമ്മുടെ കൂടെ ഉള്ളത്, ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. സന്തോഷം. So thank you for the producer and the cast and crew. Thank you. Any other questions? എത്ര ചിന്തിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ്. പേര് തന്നെ ആദർശ്. സാറിന്റെ ഐഡിയ സാപ്പിയൻസുമായിട്ടുള്ള ഒരു റിലേഷൻ കണ്ട് ഞാൻ ബുക്സ് ശ്രദ്ധിക്കുന്നു. സാറ് ടേബിൾ സൈഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ബുക്സ് അത് ഇനീഷ്യലി ചെയ്തതാണോ അതോ? അത് എനിക്ക് തോന്നുന്നു നോബിൻ കുര്യന്റെ സംഭാവനയാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഇതുമായിട്ട് എന്തെങ്കിലും എന്റെ ആർട്ട് ഡയറക്ടർ നോബിനാണ്. ഞാൻ പർപ്പസ്ഫുൾ ഈ ബുക്ക് കൂടെ വെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. റിലേറ്റഡ് വിത്ത് ദിസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഓക്കെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരലായിട്ടുള്ളതാണ് പോളിഗമി നിന്ന് മോണോഗമിയിലേക്കുള്ള ഒരു യാത്ര. അതാണ് സാപ്പിയൻസും പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇൻഡസ്ട്രിയിലായിട്ട് ചെയ്തത്. അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണോ അതാണ് ചോദിച്ചത്. സാപ്പിയൻസ് ബുക്ക് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബുക്ക് ഞാനിത് വായിച്ചു തുടങ്ങിയ സമയത്ത് എനിക്കൊന്ന് നോബിന്റെ അടുത്ത് ഞാൻ തന്നിരുന്നു. അല്ലെ ഈ ബുക്കുകളൊക്കെ നമുക്ക് എവിടെയൊക്കെ ഉണ്ടോ? അപ്പൊ ഇവരുടെ എന്റെ തന്നെ ഒരു പരിപാടിയല്ല. സാപ്പിയൻസിന്റെ ഒരു റീഡിംഗ് ആണോ എന്ന് ചോദിച്ചതാണ്. അല്ല, സാപ്പിയൻസ് സത്യസന്ധമായിട്ട് വായിച്ച് തീർന്നിട്ടില്ല. അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
നമസ്കാരം, എൻ്റെ പേര് റിക്ക. ഒരു കാര്യം, അത് ഇന്റൻഷനലി അങ്ങനെ തന്നെ ചിത്രീകരിച്ചതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ആ സ്ത്രീ തന്റെ പുരുഷന് മറ്റൊരു ബന്ധമുണ്ടെന്ന് കേവലമായി വാക്കുകളിലൂടെ അറിയുമ്പോൾ അതിലാണ് അസ്വസ്ഥതപ്പെടുത്തുന്നത്. അവര് പറയുന്നുണ്ട് ഒരുപാട് സമയം എടുത്തു എനിക്കത് മാറി അതിലേക്ക് അതിനെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതേസമയം ആ പുരുഷൻ മറ്റൊരു വ്യക്തിയുമായിട്ട് ആ പെൺകുട്ടിക്ക് ഒരു ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ അയാൾക്ക് യാതൊരു അസ്വസ്ഥതയും തോന്നുന്നില്ല. അത് ശാരീരികമായി ടച്ചിലേക്ക് വരുന്ന സമയത്താണ് അവനത് അസ്വസ്ഥനാക്കുന്നത്. അത് സ്ത്രീകള് സ്നേഹത്തെ ഇമോഷണൽ കണക്ഷൻ ആയിട്ട് വ്യാഖ്യാനിക്കുന്നതും പുരുഷൻ അതിനെ കേവലം ഫിസിക്കൽ ടച്ചിലേക്ക് ഒതുക്കുന്നു എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി തന്നെ ഇന്റൻഷനലി അങ്ങനെ തന്നെ ചെയ്തതാണോ അതോ അത് സ്വാഭാവികമായി അങ്ങനെ വന്നപ്പോ അങ്ങനെ ചിത്രീകരിച്ച് വന്നതാണോ? അങ്ങനെ നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ ഒരു ആംഗിൾ വേണമെങ്കിൽ അതിന് കൊടുക്കാം. ഞാൻ കൂടുതലും ഈ ഐഡിയോളജിയും പ്രാക്ടിക്കാലിറ്റിയും തമ്മിലുള്ള ചേരായ്മ ഉണ്ടല്ലോ, പല കാര്യങ്ങളും നമുക്ക് അതുണ്ടല്ലോ, ഇൻക്ലൂഡിങ് ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ മാത്രമല്ല. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഐഡിയോളജി വളരെ പ്രോഗ്രസീവ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു കാര്യം വരുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ വളരെ സാധാരണമായ കാര്യങ്ങൾ, പാല് കാച്ചൽ, കല്യാണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ വീണ്ടും ഈ നമ്മുടെ പ്രോഗ്രസീവ്സിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ പഴയതിലോട്ട് പോകും. സോ നമുക്ക് ജാതിയില്ല എന്ന് പറയും എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സംഭവമായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കാൻ അങ്ങനെയും കൂടെ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ തലച്ചോറിലൊരു കാര്യം ഫീഡ് ചെയ്ത് കിടക്കുകയാണല്ലോ അല്ലെ, നമുക്ക് ഒരു ഇണം മതി. ആ ഫീഡിനെ മാറ്റുമ്പോൾ നമുക്ക് മനുഷ്യർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ ഇത് നമുക്ക് പുറമേ അറിയാം, നമ്മൾ പോളിഗമിയാണെന്ന് നമുക്ക് അവകാശപ്പെടാം. പക്ഷെ മോണോഗമി ആയിട്ട് നിർബന്ധപൂർവ്വം ജീവിക്കേണ്ട ഒരു സൊസൈറ്റി, അതില് ഭയങ്കര കണ്ടീഷൻ ചെയ്യപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർ, ആണുങ്ങളെ കുറിച്ചും പെണ്ണുങ്ങളെ കുറിച്ചും. സോ അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ആരും അറിയാതെ ബ്രേക്ക് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ലായിരിക്കാം. അത് അതിനെയൊക്കെ അന്വേഷിക്കാനുള്ള ഒരു ശ്രമം എന്നുള്ളതേ ഉള്ളൂ. ആദ്യം ഈ സിനിമയുടെ പേരിന്റെ പ്രാധാന്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫാന്റസിക്ക് ഒരു പരിധി കടക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടോടെ സംസാരിക്കുന്നുണ്ട്. ഇതിനെ രണ്ടുമൊന്ന് ആൻസർ ചെയ്താൽ. എബ് എന്നുള്ള പേരിങ്ങനെ ഇതിങ്ങനെ ഒരു ഇതൊരു തിയേറ്റർ വാച്ച് സിനിമയാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്കിടയിൽ തന്നെ പല പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ സർക്കിൾ ആയിരിക്കും ഇത് കൂടുതൽ വർക്കാവുന്നൊക്കെ തോന്നുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് പേര് മതി. കാരണം ഗ്ലോബലി എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി. എബ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എബ് ഇങ്ങനെ കെടുക, അണയുക, അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ് ആണുള്ളത്. അപ്പൊ ആദർശിനെ സംബന്ധിച്ച് ആദർശാണ് ഇതിൻ്റെ അകത്ത് ഒരു എബ് പോലെ പോകുന്നത്. മരിയ സ്റ്റിൽ ദെയർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ എന്തായിരുന്നു ചോദിച്ചത്? ഫാന്റസിയും റിയാലിറ്റിയും അത് തന്നെ അല്ലെ. ഫാന്റസി ഇപ്പോ കുറെ ഈ ഫാന്റസിനെ സപ്പോർട്ട് ചെയ്ത് കുറെ നമ്മുടെ ആപ്പുകളൊക്കെ ഉണ്ട് അല്ലെ. സോ അതിന്റെ അങ്ങനെയൊക്കെയുള്ള ചില നോട്ടുകൾ ഈ സിനിമയെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഇത്തരം ആപ്പുകൾ, ഇപ്പൊ 3F എന്നൊക്കെ പറഞ്ഞ ആപ്പുകളിലൊക്കെ വന്നിട്ട് ലൈഫിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവോഴ്സ് സംഭവിച്ചിട്ടുള്ള ചില കഥകൾ എനിക്ക് നേരിട്ടറിയാം. സോ അങ്ങനെയുള്ള മനുഷ്യരുമായിട്ട് നമുക്ക് വളരെ പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പൊ ഈ ഫാന്റസിയും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു പ്രശ്നം ബിഗിനിങ് സ്റ്റേജിൽ അവർ ഭയങ്കര ഓക്കെ ആയിരുന്നു. പക്ഷെ അതിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മ്യൂച്വലി അത് പരസ്പരം പോകാൻ പറ്റത്തില്ല എന്നൊക്കെ അറിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കുറച്ച് വളരെ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. സോ കാതൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഡിവോഴ്സ് ആയിട്ട് ആൾക്കാരുടെ കഥകൾ കേൾക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. സോ കാതലിന് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹോമോ സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാരോട് ജീവിക്കുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥകൾ, അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഹായ്, എൻ്റെ പേര് അൽഫിൻ എന്നാണ്. അപ്പോൾ ഓബിയസ്ലി ഈ സിനിമയിലെ ഏറ്റവും കോറായിട്ടുള്ള എലമെൻറ്റുകൾ ഒന്നായിരുന്നു സൈക്കോളജി ഓഫ് ദ മാൻ ആൻഡ് ദ വുമൺ എന്ന് പറയുന്നത്. അതിൽ ചില ഫ്രെയിമുകൾ ഉൾപ്പെടെ അവസാനം ഇദ്ദേഹം അവിടുന്ന് സ്റ്റോക്ക് ചെയ്തതിന് ശേഷം ഇറങ്ങിപ്പോകുന്ന സ്ക്രീനിൽ ഇറ്റ് ഇസ് എ സ്പൈറൽ. സോ വാട്ട് കൈൻഡ് ഓഫ് എൻ അൺവൈൻഡിങ് ഓഫ് ദ മാൻസ് ബ്രെയിൻ ആൻഡ് ഹിസ് സൈക്കോളജി ആൻഡ് ഹിസ് ലിബിഡോ കണക്റ്റഡ് ടു ഇറ്റ് ആയിരിക്കും ഡയറക്ടറിന്റെ പെർസ്പെക്റ്റീവ് ഈ സിനിമയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഞാൻ എൻ്റെ DOP ആയിട്ടൊക്കെ ഉള്ള കോൺവെർസേഷനിൽ ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോർ പോകുന്നുണ്ട് അല്ലെ, കുറച്ച് സീക്വൻസ് ഔട്ട്ഡോർ ഉണ്ട്. അപ്പൊ അവിടുത്തെ ഈ ഒരു ഡിസൈനിൽ പോവാം എന്നൊക്കെ അങ്ങനെ വന്നതായിരിക്കുമല്ലോ.
Okay. അതിന്റെ കൂടെ മറ്റേ ഒബിയസ്ലി പുള്ളിനെ ഫേസ് ചെയ്യുമ്പോൾ ആദ്യം ഡോക്ടറെ പോയി കാണുന്നു, പിന്നീട് സൈക്കോളജിസ്റ്റ് പോയി കാണുന്നു. അപ്പോൾ പുരുഷന്റെ ഐഡന്റിറ്റിയെയും അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിനെ ഒരുപാട് ബാധിക്കുന്ന എഫക്റ്റ് ആയിരുന്നല്ലോ ഈ സിനിമയിൽ കാണുന്നത്. സമൂഹം ഒരു തരത്തിലും പൊതുവിൽ അംഗീകരിക്കാത്ത പല കാര്യങ്ങളുമാണ് താങ്കളുടെ സിനിമകളുടെ വിഷയങ്ങളാക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും വളരെ സിമ്പിളായി ബുദ്ധിജീവി ജാടയൊന്നുമില്ലാതെ ആ സിനിമ ചെയ്യുന്ന താങ്കളുടെ ഒരു രീതി, അതിനൊരു ബിഗ് സൈഡ്. ഞാൻ കരുതുന്ന കാതൽ എന്നുള്ള സിനിമ പോലും ഒരു ലേമാൻ കിളയ്ക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ പോലും ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇത് സ്വവർഗാനുരാഗം എന്നുള്ളത് ഒരു റിയാലിറ്റിയാണെന്നും അങ്ങനെ കുറേ മനുഷ്യർ ഈ സമൂഹത്തിലുണ്ടെന്നും അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും ചിന്തിക്കുമെന്നാണ് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അന്ന് തന്നെ താങ്കളെ നേരിട്ട് കണ്ടൊരു ഷെയ്ക്ക് ഹാൻഡ് തരണമെന്ന് ഞാൻ കരുതിയതാണ്. ഇപ്പോൾ ഇങ്ങനെ പറയാനെങ്കിലും കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഇത് തുടരട്ടെ. സന്തോഷം. താങ്ക് യു സോ മച്ച്. So is it okay if I ask in English? Yeah. Sorry, I don't speak Malayalam, but first of all, it was such a great film. My question is, when you are writing, is the restricted space something you keep in mind while writing? Like even with Great Indian Kitchen, it's a very fixed space. And also, what does that do for storytelling for you when you're making films, when it's such a restricted space? That's not purposefully happening. I'm thinking about this movie. First title was Bedroom Stories. That was our first working title. So our main idea is bedroom. That's why we create a shot like from the top angle. So that's the reason. No other reasons. This happening in a very limited space in between men and women. So that's the reason. Okay, so it's not something that you purposely do across your films. No. I have another question for Divya. I was just wondering, with Top Angle, what was the experience for you in terms of performance when you're, as an actor, so much of the story is happening Top Angle? Actually, for me, it was shot in 2023, and my part it took just 4 days, and this Top Angle, actually that perspective actually convinced me. Like, I think there is only 2 or 3 shots which is not in short angle. Like only after that consequences and so actually that perspective I quite convincing. So, yeah. It's filmmakers' choice. Thank you. Hi. Divya, I have a question for you. All we imagine as light, then circuit, your movie choices are quite intriguing. Like, movie characters, it's not something that everybody would be okay with doing. Even circuit, I would say, for that matter. എങ്ങനെയാണ് ഒരു ആക്ടർ എന്ന രീതിയിൽ ഒരു സെലക്ഷൻ പ്രോസസ്? ലൈക്ക് ഡു യു തിങ്ക് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണോ, അതോ ക്യാരക്ടറിന്റെ ഒരു ഇമോഷണൽ നുവാൻസസ് ആൻഡ് അത് വെച്ചിട്ടാണോ ഡിസൈഡ് ചെയ്യുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു കാര്യം മാത്രം ഫോളോ ചെയ്തിട്ടോ ആലോചിച്ചിട്ടോ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫിലിം മേക്കറിന്റെ ഇന്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു ടുവേർഡ്സ് ദ സിനിമ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എത്രത്തോളം ജെന്യൂൻ ആയിട്ടാണ്, അത് എത്രത്തോളം ഹോണസ്റ്റ് ആയിട്ടാണ് അത് എടുക്കുന്നത് എന്നുള്ളത്. പിന്നെ ഉറപ്പായിട്ടും അതിന്റെ ടീം, ടെക്നിക്കൽ ടീംസ്, അതായത് പിന്നെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടർ ആണോ എന്നുള്ളത് എനിക്ക് പിന്നെയും കുറച്ചും കൂടി ആസ് എൻ ആക്ടർ കൂടുതൽ വേഴ്സറ്റൈൽ ആയിട്ടുള്ള റോൾസ് ചെയ്യണം എന്നുണ്ട്. അതുപോലെ തന്നെ കോണ്ടന്റ് ആണെങ്കിലും വേറൊരു തരം റെസ്ട്രിക്ഷൻ എന്നെ കൺട്രോൾ ചെയ്യരുത് എന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഓൾ വി ഇമാജിൻ ആണെങ്കിലും ഇപ്പം എപ്പാണെങ്കിലും ഇതിൽ രണ്ടിലും ഇപ്പം സൂചിപ്പിച്ച പോലെ ഇന്റിമസി സീക്വൻസ് ഒക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത് അത്തരത്തിൽ ഞാൻ എടുക്കുന്ന ടേക്ക് കോൾസ്. അപ്പൊ ഓൾ വി ഇമാജിനിൽ ഇപ്പം മൊത്തത്തിലുള്ള ക്രൂവും അല്ലെങ്കിൽ എനിക്ക് കൺവിൻസിങ് ആയിരുന്നു ആ ഒരു സീക്വൻസ്, എനിക്ക് കൺവിൻസിങ് ആയിരുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഇതുപോലെ തന്നെ വർക്ക് ചെയ്യുമ്പോഴുള്ള കംഫർട്ട് ആണെങ്കിലും
എല്ലാം ഇതെല്ലാം ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു കാര്യം മാത്രം ആയിരിക്കില്ല ആ ചൂസ് ചെയ്യുന്നതിന്റെ പുറകിലുള്ള റീസൺ. ഈ മെയിൽ ഹിപ്പോക്രസീനെ ഇത്രയധികം ചെയ്യുന്നൊരു വേറെ ഫിലിം മേക്കർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് നോക്കി കാണുന്ന ഒരു സമയത്ത് അതിനകത്ത് ഇത്തരത്തിലുള്ള ഗ്രേ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നതിൻ്റെ ഒരു കാര്യം. അതായത് ഇപ്പോഴും ഇപ്പം ആക്ട്രസസ് ഓൺ കേസിൻ്റെ വേർഡിക്റ്റ് ഒക്കെ വന്നിരിക്കുന്ന ടൈമിലും നോട്ട് ഓൾ മെൻ വാദങ്ങൾ ഇപ്പോഴും വളരെയധികം ഈക്വാളിറ്റിയെ കുറിച്ചും പ്രോഗ്രസീവ്നെസ്സിനെ കുറിച്ചും സംസാരിക്കുന്നവർ വരെ പറയുന്നൊരു കാര്യമാണ്. എങ്ങനെയാണ് ഈ മെയിൽ ഹിപ്പോക്രസിനെ ഇത്രയധികം ഡീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ആൻസർ ഇല്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ പാർട്ണർ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കോൺവെർസേഷൻ അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന മാറ്റം, നമ്മുടെ ലൈഫിൽ ജീവിതം ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ പെരുമാറുന്ന രീതിക്ക് ഒരുപാട് മാറ്റമുണ്ട്. സോ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്യുന്നത് എനിക്ക് ആ വിഷൻ ഉണ്ടായിട്ടല്ല, എനിക്ക് ആ വിഷൻ ഉണ്ടായി വരിക. നമ്മളെല്ലാവരും ഇപ്പോൾ വിളിക്കുന്ന പുരുഷന്മാർ നമ്മളെല്ലാവരും ഒരു മാസത്തിലധികം പുറത്ത് പോകാൻ പറ്റാതെ വീടിൻ്റെ അടുക്കളയിൽ ജോലി ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ മാറും. നമ്മൾ ഇമ്പോർട്ടൻ്റ് ഓഫ് ഫെമിനിസത്തെ കുറിച്ച് ചിന്തിച്ചു പോകും. അത് ബുക്ക് വായിച്ചിട്ടല്ല. സോ സ്വന്തം അനുഭവം കൊണ്ട് മാറേണ്ടി വരുന്ന അവസ്ഥ എൻ്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഏരിയയിൽ കുറെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ തോന്നി. സോ ആക്ച്വലി ഇത് ഒരു ആണിൻ്റെ മാനസികാരോഗ്യത്തെക്കുറിച്ചും കൂടെ ആണല്ലോ ഈ സിനിമ, അല്ലെ? വൈ മെൻ ലൈക്ക് ദിസ് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്, ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സോ അതൊരു ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നതാണ്. നമുക്കൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പഠനമോ വായനയിലൂടെയോ ഒന്നും സംഭവിക്കുന്നതല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞ ആ ചോദ്യത്തിന് ഉത്തരം എൻ്റെ ലൈഫിൽ നിന്നുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളിലൂടെ ഉണ്ടാകുന്ന കാര്യമാണ്. സർ, താങ്ക് യു.